നമ്മളിന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്ന് അറിയാലോ, ഓംപ്ലേറ്റ്. അതിനിവിടെ ടു എഗ് എടുത്തിട്ടുണ്ട്. 2 എഗ്, നമ്മുടെ ഒരു ഗ്ലാസ്, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മുടെ ചട്ടകം, പിന്നെ ഒരു ഫ്രൈ പാൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ അവസാനം വരെ കാണുക. ലൈക്കും അടിയിലുള്ള ബെൽ ബട്ടനും ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് പണി മുട്ട പൊട്ടിക്കുക, ഒഴിക്കുക ഗ്ലാസ്സിൽ. നമ്മളാദ്യം മുട്ടനെ അടിച്ചു, മുട്ടനെ പൊടിച്ചു വെച്ചു. ഇനി അവസാനം ഒരു മുട്ടയും കൂടിയുണ്ട്. ആ മുട്ടനെയും നമ്മൾ പൊട്ടിക്കുകയാണ്. ആ മുട്ടനെയും പൊടിച്ചിരിക്കുന്നു. നമ്മൾ രണ്ട് മുട്ടനെ പൊടിച്ചു. ഇനി സ്പൂൺ കൊണ്ട് ഇളക്കുക. ഈ സ്പൂൺ കൊണ്ട് ഇളക്കിയ ശേഷം കുറച്ച് ഉപ്പ് ഫെതറുക അതിന് മുകളിൽ. എന്ത് വെച്ചാൽ ഉപ്പ് മുട്ടയിൽ പിടിക്കണം. നമ്മൾ മുട്ട പൊരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇടുന്നത് ഒരു ലേശം ഉപ്പാണ്. ഉപ്പ് ഞാൻ കാണിച്ച് തരാം. ഇതാണ് ഉപ്പ്. നമ്മളിവിടെ ലേശം കയ്യിലെടുത്ത് ഇങ്ങനെ വെതറുന്നതായിരിക്കും. വെതറിയ ശേഷം നമ്മൾ ഇതേപോലെ അൺബോക്സാക്കി അടച്ചു വയ്ക്കുന്നു ഉപ്പ്. എന്നിട്ട് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിച്ച മുട്ടനെ നന്നായി അടിക്കുക. അടിച്ച് ഒരു പരുവമാക്കുക. അതിന് ശേഷം നമ്മൾ ഇവിടെ കാണുന്ന ഫ്രൈ പാനെ നമ്മൾ ആക്കുന്നതാണ്. കണ്ടോളൂ. ബാക്കി ഞാൻ കാണിച്ച് തരാം. ഇതാണ് ഫ്രൈ പാൻ. നമ്മളത് ഇവിടെ വെച്ചിരിക്കുന്നു ഗ്യാസിൽ. ഗ്യാസിൽ കുത്തി നമ്മൾ ഗ്യാസ് ഓണാക്കണം. സൂക്ഷിച്ച് ഓണാക്കണം. ഇതേപോലെ ഇപ്പോൾ നോക്കി കാണിച്ചു തരാം. നമ്മൾ ഗ്യാസ് ഓണാക്കി കഴിഞ്ഞിരിക്കുന്നു. പാൻ ചൂടാവുന്നു. ആയിട്ടില്ല. നമ്മൾ ചൂടായി ഉടനെ ഈ കലക്കി വെച്ച മുട്ടനെ അതിൻ്റെ മോൾ വെറുതെ ഒഴിക്കുകയാണ്. നന്നായി അടിക്കണം. ആ പാൻ നന്നായി ചൂടായി. അതിൻ്റെ മുകളിൽ നമ്മൾ മുട്ട ഒഴിച്ച് വെച്ചിരിക്കുന്നത് ഒഴിക്കുന്നു. ശേഷം നമ്മൾ സ്പൂണും കൊണ്ട് അരത്തുന്നു. നമുക്ക് ഈ സ്പൂണും കൊണ്ട് പറത്താം. ഈ പാൻ കയ്യിൽ വെച്ചിട്ട് നമുക്ക് പറത്താവുന്നതാണ്. നിങ്ങൾ കണ്ടോളൂ. ഇത് കണ്ടോളൂ. ഇതോ നമ്മൾ ഇങ്ങനെ ആക്കുന്നു മുട്ടനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് വന്ന് നമുക്ക് കുറച്ചും കൂടി കട്ടി കൂട്ടാനാണ്. കുട്ടികളെ, നിങ്ങൾ
ഗ്യാസാണ്, നമ്മുടെ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. ഇവിടെ എനിക്ക് വെച്ചാൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ മുട്ടനെ ആക്കുന്നത്. ഇതിൽ 2 എഗ്ഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുളക് വെച്ചു. മുളക് വെച്ച ശേഷം അടുത്ത പാക്കറ്റ് കുരുമുളക് പൊടി ആദ്യം നമ്മൾ ഓപ്പൺ ആക്കി. ഇതാണ് കുരുമുളക് പൊടി. ഒരു ലേശം കുരുമുളക് ഈ മുട്ടന് മേലെ നമുക്ക് വെതറാം. ലേശം മതി കേട്ടോ. ഞാൻ പറഞ്ഞത് ആദ്യം ലേശം 1 സ്പൂണും കൂടി ഞാൻ ഇട്ടിരിക്കുകയാണ്. ഇവിടെ മുട്ട വെന്തു. ഇനി നമുക്ക് മുട്ടനെ അങ്ങോട്ട് മറിച്ചിടാം. അതിന് ഈ കുരുമുളക് പൊടിനെ വെറുതെ നമുക്ക് മുട്ടന് മുളക് പൊടി ഇതേപോലെ ഫില്ല് ചെയ്യാം. എൻ്റെ കയ്യിൽ ചൂട് അടിക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഇതേപോലെ ഇന്ന് ആദ്യമായിട്ടാണ് മുട്ട ഇതേപോലെ ഉണ്ടാക്കുന്നത്. ഇതാണ് നമ്മുടെ ചട്ടകം. ഇതും കൊണ്ട് നമുക്ക് മുട്ടനെ കണ്ടോളൂ. മുട്ടനെ ഇങ്ങനെ എടുത്ത് അടിച്ചിടാം. ഇപ്പം മുട്ട ആയിരിക്കുന്നു ഓംലെറ്റ്.